നിങ്ങൾക്ക് വർക്കായിട്ട് ചെയ്യാനുള്ള ഫസ്റ്റ് എക്സ്പെരിമെൻ്റാണ് ഫാമിലിയറൈസേഷൻ ഓഫ് ലോജിക് ഗേറ്റുകൾ. ലോജിക് ഗേറ്റുകളെ കുറിച്ചുള്ള പഠനമാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന എയിം എന്ന് പറയുന്നത് അവൈലബിൾ ആയിട്ടുള്ള ലോജിക് ഗേറ്റുകളെ അവിടെ ട്രൂത്ത് ടേബിൾ എന്ന ടേമുണ്ട്, അത് വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അത് തുടർന്ന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ കമ്പോണൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ, കമ്പോണൻസ് എന്ന് പറയുന്നത് ഏതൊക്കെ ഐറ്റംസാണ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടത്. ആദ്യം ഡിജിറ്റൽ IC ട്രെയിനർ കിറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. IC ടെസ്റ്റർ, നമ്മുടെ ICകൾ ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ എല്ലാ ICകളും വർക്ക് ചെയ്യുന്നതാണോ നോക്കാൻ വേണ്ടിയിട്ട് ഒരു IC ടെസ്റ്റർ ഉപയോഗിക്കുന്നുണ്ട്. ഇനി IC 7432, ഓരോ ലോജിക് ഗേറ്റ് ICകൾക്കും ഓരോ നമ്പറാണ്. അത് തുടർന്ന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ 7432 എന്ന IC വേണം, 7408 വേണം, 7404, 7402, 7400, 7486, അങ്ങനെ 6 ICകളാണ് വേണ്ടത്. പിന്നെ കണക്റ്റിംഗ് വയേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ വേണ്ടത്. ഇനി ഇത് ചെയ്യേണ്ട പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം ICകൾ എന്ത് ചെയ്യണം, ടെസ്റ്റർ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യണം. പിന്നെ തന്നിരിക്കുന്ന സർക്യൂട്ട് പ്രകാരം കിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ട്രെയിനർ കിറ്റാണ്. അപ്പോൾ അതിലെ ബ്രെഡ് ബോർഡിൽ നമുക്ക് തന്നിരിക്കുന്ന സർക്യൂട്ട് പ്രകാരം കണക്ട് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യുക, ഓരോന്നും ചെക്ക് ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫിഗറാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഡീറ്റെയിൽഡായിട്ട് താഴെ കാണിക്കുന്നുണ്ട്. ഓർ ഗേറ്റ്, ആൻഡ് ഗേറ്റ്, നോട്ട് ഗേറ്റ്, നാൻഡ് ഗേറ്റ്, നോർ ഗേറ്റ്, എക്സോർ ഗേറ്റ്. അപ്പോൾ 6 ഗേറ്റുകളെ കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് പഠിക്കേണ്ട ഗേറ്റ് എന്ന് പറയുന്നത് ആൻഡ് ഗേറ്റാണ്. ആൻഡ് ഗേറ്റ്, അതിൻ്റെ സിമ്പൽ ക്യാപിറ്റൽ D ഷേപ്പിലാണ് അതിൻ്റെ സിമ്പൽ വരുന്നത്. അതിന് 2 ഇൻപുട്ട് ഉണ്ടാവും, A, B എന്നുള്ള 2 ഇൻപുട്ടുകൾ, ഒരൊറ്റ ഔട്ട്പുട്ടാണ്. അത് O എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഈ ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് അറിയപ്പെടുന്നത് O = A × B എന്ന പേരിലാണ്. A × B, ഇതാണ് അതിൻ്റെ സിമ്പൽ. ഇനി അതിൻ്റെ ട്രൂത്ത് ടേബിൾ എന്നൊരു ഭാഗം വരുന്നുണ്ട്. ഇവിടെ 2 ഇൻപുട്ടാണെന്ന് പറഞ്ഞു, എയും ബിയും. ഔട്ട്പുട്ട് എന്ന പേരിൽ O എന്നുള്ളൊരു ഔട്ട്പുട്ടും കാണിക്കുന്നു. ഇവിടെ 2 ഇൻപുട്ട് ആകുമ്പോൾ 2 ഇൻപുട്ടും 0 എന്ന കണ്ടീഷൻ വരുമ്പോൾ 0 0 അഥവാ ഓഫ് കണ്ടീഷൻ, ഇൻപുട്ടിലേക്ക് കൊടുത്തിരിക്കുന്ന, ഇവിടെ ഇൻപുട്ട് എന്ന് പറയുന്നത് സ്വിച്ചുകളാണ്. അപ്പോൾ സ്വിച്ചുകൾ 0 എന്ന് പറഞ്ഞാൽ ഓഫ്, 1 എന്ന് പറഞ്ഞാൽ ഓൺ. ഡിജിറ്റലിനെ സംബന്ധിച്ച് 0 എന്ന് പറയുന്നത് ഓഫ് അഥവാ ലോയും 1 എന്ന് പറയുന്നത് ഹൈ അഥവാ ഓൺ കണ്ടീഷനുമാണ്. അപ്പോൾ ഇവിടെ 2 സ്വിച്ചുകളും 0 ആണ്, അഥവാ രണ്ടും ഓഫിലാണെങ്കിൽ LED ആണ് ഔട്ട്പുട്ടായി എടുക്കുന്നത്. LED 0 എന്ന കണ്ടീഷനിലാണ്. 0 1 ആണെങ്കിൽ അപ്പോഴും 0 ആണ്. 1 0, ഫസ്റ്റ് സ്വിച്ച് ഓൺ ആണ്, രണ്ടാമത്തെ സ്വിച്ച് ഓഫാണ്, അപ്പോഴും 0 ആണ്. ഇവിടെ രണ്ടും 1 വരുമ്പോൾ മാത്രമേ ഔട്ട്പുട്ടിൽ 1 ലഭിക്കുകയുള്ളൂ, അഥവാ LED പ്രകാശിക്കുകയുള്ളൂ. അതാണ് ആൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ. ഇനി എങ്ങനെയാണ് ആ രൂപത്തിൽ ആൻഡ് ഗേറ്റ് പെർഫോം ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആൻഡ് ഗേറ്റിൻ്റെ ലോജിക്ക് 2 സ്വിച്ചുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് A, B എന്ന 2 സ്വിച്ചുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. അത്
ഒരു ബാറ്ററിയിലേക്ക് കടത്തി വിടുന്നു. ബാറ്ററി അതിന് സപ്ലൈ കൊടുക്കുന്നു. ഔട്ട്പുട്ടായിട്ട് ലാമ്പ് എടുക്കുന്നു. എന്താ വെച്ചാൽ ആ സാധനം കൊടുക്കുന്നു. ഇനി ഇവിടെ ഓൺ ആക്കുമ്പോൾ, ഫസ്റ്റ് സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ആദ്യത്തെ കേസിൽ രണ്ടും ഓഫാണ്. സ്വിച്ച് രണ്ടും ഓഫാണെങ്കിൽ അഥവാ സീറോ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഔട്ട്പുട്ടിൽ ഒന്നും ലഭിക്കുകയില്ല. രണ്ടാമതായിട്ട് 0 1 ആണ്. ആദ്യത്തെ സ്വിച്ച് 0 ഓഫ് തന്നെയാണ്, ബി 1 ആക്കി. എന്നാലും ഇവിടെ നിന്ന് ഇങ്ങോട്ട് കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഔട്ട്പുട്ടിൽ വീണ്ടും 0 തന്നെ വരുന്നു. ഇനി നെക്സ്റ്റായിട്ട് ഫസ്റ്റ് സ്വിച്ച് ഓൺ ആക്കുന്നു, രണ്ടാമത്തെ സ്വിച്ച് ഓഫ് ആക്കുന്നു. അപ്പോഴും സപ്ലൈ ഇതുവരെ സപ്ലൈ വരുന്നു. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് സപ്ലൈ ഇല്ലാത്തത് കൊണ്ട് അവിടെയും 0 വരുന്നു. ഇനി ലാസ്റ്റ് കണ്ടീഷൻ രണ്ടും 1 ആക്കി കഴിഞ്ഞാൽ മാത്രം, രണ്ട് സ്വിച്ചും ഓൺ ആക്കിയെങ്കിൽ മാത്രമേ ഇവിടെ ഔട്ട്പുട്ടിൽ 1 ലഭിക്കുകയുള്ളൂ. അതാണ് ആൻഡ് ഗേറ്റിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആൻഡ് ഗേറ്റ് ചുരുക്കത്തിൽ രണ്ട് ഇൻപുട്ടിലും 1 വന്നെങ്കിൽ, അല്ലെങ്കിൽ രണ്ട് ഇൻപുട്ടും ഓണായെങ്കിൽ മാത്രമേ ഔട്ട്പുട്ടിൽ നമുക്ക് 1 അല്ലെങ്കിൽ ഔട്ട്പുട്ട് ലഭിക്കുകയുള്ളൂ. അതിൻ്റെ ലോജിക്കാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. രണ്ട് സ്വിച്ചുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ എങ്ങനെയുണ്ടാവും, അതുതന്നെയാണ് ആൻഡ് ഗേറ്റിൻ്റെ ലോജിക്ക്. ഇനി അതിൻ്റെ പിൻ ഡയഗ്രാമാണ്. ഒരു IC രൂപത്തിലാണ് ഈ ഗേറ്റുകളൊക്കെ ലഭിക്കുക എന്ന് ആദ്യം പറഞ്ഞു. അപ്പോൾ ആൻഡ് ഗേറ്റിൻ്റെ ICക്ക് ഒരു നമ്പറുണ്ട്. ആ നമ്പർ പറഞ്ഞെങ്കിൽ മാത്രമേ IC നമുക്ക് ലഭിക്കുകയുള്ളൂ. IC 7408. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ലോജിക് ഗേറ്റുകളൊക്കെ 74 എന്ന നമ്പറിലാണ് സ്റ്റാർട്ട് ചെയ്യുക. 7408 ആണെങ്കിൽ അത് ആൻഡ് ഗേറ്റിൻ്റെ IC ആണ്. ഈ രൂപത്തിലാണ് ICൻ്റെ പിൻ ഡയഗ്രം ഉണ്ടാവുക. അഥവാ ഒരു IC തന്നെ, ഒരു ആൻഡ് ഗേറ്റിൻ്റെ ICയിൽ തന്നെ 4 ആൻഡ് ഗേറ്റുകൾ ഉണ്ടാവും. ഒരു 7408ൽ 4 ആൻഡ് ഗേറ്റുകൾ ഉൾക്കൊള്ളും. ഇവിടെ ആദ്യത്തെ ആൻഡ് ഗേറ്റ് ഒന്നാമത്തെ ഇൻപുട്ടും ഒന്നാമത്തെ പിന്നും രണ്ടാമത്തെ പിന്നും ഇൻപുട്ടാണെങ്കിൽ ആ ICയുടെ മൂന്നാമത്തെ പിന്ന് ആദ്യത്തെ ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ടാണ്. അതുപോലെ 4, 4, 5 ഇൻപുട്ടാണെങ്കിൽ 6 ഔട്ട്പുട്ടാണ്. എല്ലാ ലോജിക് ഗേറ്റിനും പിൻ നമ്പർ 7 അതിൻ്റെ ഗ്രൗണ്ട് പിന്നാണ്. എത്രയാണ് സപ്ലൈ കൊടുക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഗ്രൗണ്ട് പിന്നായിട്ട് ആക്ട് ചെയ്യുന്നു. 7ാമത്തെ പിന്നാണ് ഗ്രൗണ്ട് പിന്നായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനി മറുപുറത്ത് 9ഉം 10ഉം ഇൻപുട്ടാണ്. അതേസമയം 8ആണ് ഇവിടെ ഔട്ട്പുട്ടായിട്ട് ആക്ട് ചെയ്യുന്നത്. 12ഉം 13ഉം ഇൻപുട്ടാണ്. ഇവിടെ 11 ഔട്ട്പുട്ടായിട്ടും വർക്ക് ചെയ്യുന്നു. VCC അഥവാ അതിലേക്ക് കൊടുക്കേണ്ട +5 വോൾട്ട് 14ാമത്തെ പിന്നിലേക്കാണ് നാം കൊടുക്കേണ്ടത്. അപ്പോൾ ചുരുക്കത്തിൽ ഇതാണ് ഒരു ആൻഡ് ഗേറ്റിൻ്റെ ICയുടെ ഇൻറ്റേർണൽ സ്ട്രക്ചർ, അല്ലെങ്കിൽ അതിൻ്റെ പിൻ ഡയഗ്രം ഈ രൂപത്തിലാണ് ഉണ്ടാവുക. ICയുടെ ഇമേജാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ICക്ക് SN 74L S080N എന്നുണ്ടാവും. അപ്പോൾ ഇതിൽ ആൽഫബറ്റ്സ് ഒക്കെ കളഞ്ഞിട്ട് നമ്പേഴ്സ് മാത്രം സെലക്ട് ചെയ്യുക. അതാണ് ICയുടെ നമ്പർ. അപ്പോൾ ഇവിടെ 7408 എന്നുള്ള നമ്പറാണ് ലഭിക്കുന്നത്. ആൽഫബറ്റ്സ് അത് നിർമ്മിക്കുന്ന, മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിക്കനുസരിച്ചും അതിൻ്റെ ആൽഫബറ്റ് ലെറ്റേഴ്സ് വ്യത്യാസപ്പെടും. അപ്പോൾ ഇവിടെ കോമൺ ആയിട്ട് എടുക്കേണ്ടത് അവിടെ നമ്പേഴ്സ് മാത്രമാണ് എടുക്കേണ്ടത്. അപ്പോൾ 7408 എന്ന് പറഞ്ഞാൽ ആൻഡ് ഗേറ്റാണ്. അതിൻ്റെ ആ ICയുടെ ഇമേജാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ഓർ ഗേറ്റാണ്. പേര് തന്നെ ഉണ്ട് ഓർ, ഏതെങ്കിലും ഒന്ന്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് ഈ രൂപത്തിലാണ്. 3 കർവ്ഡ് ഭാഗം ഉണ്ടാകും. അതിന് 2 ഇൻപുട്ടാണ്, 1 ഔട്ട്പുട്ടാണ്. ഇൻപുട്ട് എയും ബിയും ആണ്, ഔട്ട്പുട്ട് O ആണ്. ഇവിടെ ഔട്ട്പുട്ട് എന്ന് അതിൻ്റെ O = A+B ആണ്, അല്ലെങ്കിൽ A or B എന്നാണ് അതിനെ വിളിക്കുന്നത്. A or B, ഇതാണ് ഓർ ഗേറ്റ്. അതിൻ്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത് ഇവിടെ 0 0 രണ്ടും ഓഫിലാണെങ്കിൽ ഓഫ് തന്നെയാണ്. 0 1
സ്വിച്ച് എ 0 ആണ്, പക്ഷേ ബി ഓൺ ആണെങ്കിൽ ഔട്ട്പുട്ടിൽ 1 കിട്ടും. ഓറാണ്, ഏതെങ്കിലും ഒന്ന് കിട്ടിയാലും അവിടെ 1 ഔട്ട്പുട്ട് ലഭിക്കുന്നു. നെക്സ്റ്റ് 1 0, എ എന്ന സ്വിച്ച് 1 ഓൺ ആണ്, അതേസമയം ബി ഓഫാണ്, അപ്പോഴും 1 ആണ് നമുക്ക് ലഭിക്കുന്നത്. അവസാനമായിട്ട് രണ്ടും 1 ആണെങ്കിലും അവിടെ 1 എന്ന് ലഭിക്കുന്നു. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഓർ ഗേറ്റ് ആണ്. പേര് പോലെ തന്നെ ഏതെങ്കിലും ഒന്ന് ഹൈ സ്റ്റേറ്റിലായി കഴിഞ്ഞാൽ ഔട്ട്പുട്ടിലും ഹൈ എന്നുള്ള കണ്ടീഷൻ ലഭിക്കുന്നു. അതിൻ്റെ ലോജിക്കാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെയും 2 സ്വിച്ചുകളാണ്, പക്ഷേ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് പാരലൽ രൂപത്തിലാണ്. 2 സ്വിച്ചുകൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന സർക്യൂട്ടാണ് ഒരു ഓർ ഗേറ്റിൻ്റെ ലോജിക്ക് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇവിടെയും സപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആദ്യത്തെ കേസ് 0 0, 2 സ്വിച്ചുകളും 0 ആണെങ്കിൽ, ഓഫ് കണ്ടീഷനിലാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഔട്ട്പുട്ട് ലഭിക്കില്ല, 0 തന്നെയാണ്. ഇനി 0 1 എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന സ്വിച്ച് അപ്പോഴും 0 ആണ്, പക്ഷേ ബി 1 ആണെങ്കിൽ ഈ ബിയിലൂടെ എന്ത് ചെയ്യും, സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്നു, ഔട്ട്പുട്ട് ലഭിക്കുന്നു. ആ സമയത്ത് നമുക്ക് 1 ലഭിക്കുന്നു. നെക്സ്റ്റ് കണ്ടീഷൻ 1 0 ആണ്, അതായത് എ എന്നുള്ളത് 1ഉം ബി 0 ആയി കഴിഞ്ഞാൽ എ പ്രകാരം എന്ത് ചെയ്യുന്നു, എയിലൂടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്നു, ഔട്ട്പുട്ട് 1 ലഭിക്കുന്നു. ഇനി രണ്ടും 1 ആണെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് ഔട്ട്പുട്ടിൽ 1 ലഭിക്കുന്നു. അപ്പോൾ ഓർ ഗേറ്റിന് ഏതെങ്കിലും ഒന്ന് 1 ആയി കഴിഞ്ഞാൽ തന്നെ ഔട്ട്പുട്ടിൽ 1 ലഭിക്കുന്നു. അതാണ് ഓർ ഗേറ്റിൻ്റെ ലോജിക്ക്. അതിൻ്റെ പിൻ ഡയഗ്രാമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ടത് ഈ ICയുടെ നമ്പർ 7432 ആണ്. ആൻഡ് ഗേറ്റ് 7408 ആയിരുന്നു, ഇവിടെ 7432 ആണ്. ഇവിടെയും ശ്രദ്ധിക്കേണ്ടത് ഇതിൽ 4 ഗേറ്റുകൾ തന്നെയാണ് ഇവിടെയും ഉള്ളത് ഒരു ICക്കുള്ളിൽ. അതിൻ്റെ പിന്നെന്ന് പറയുന്നത് 1 2 ഇൻപുട്ട് 3 ഔട്ട്പുട്ടാണ്, 4 5 ഇൻപുട്ട് 6 ഔട്ട്പുട്ടാണ്. ഗ്രൗണ്ട് നേരത്തെ കാണിച്ച പോലെ തന്നെ ഇവിടെയും 7 ആണ് ഗ്രൗണ്ട്. 8 ഔട്ട്പുട്ട്, 9 10 ഇൻപുട്ടാണ്, വ്യത്യാസമില്ല. 11 ഔട്ട്പുട്ട്, 12 13 ഇൻപുട്ടാണ്. ഇവിടെയും VCC 14ാമത്തെ പിന്നാണ്. അപ്പോൾ രണ്ടിൻ്റെയും പിൻസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻസ് സെയിം ആണ്, ഒരേ രൂപത്തിലാണ് അതിൻ്റെ സ്ട്രക്ചർ ഉണ്ടാവുക. ആ ICയുടെ ഇമേജാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 74 ഉൾക്കൊള്ളുന്ന ഭാഗമാണ് എടുക്കേണ്ടത്. SN 7432 എന്നുള്ള IC, അതിൻ്റെ നമ്പർ ഇവിടെ ലഭിക്കുന്നു. 7432 എന്ന് പറഞ്ഞാൽ ഓർ ഗേറ്റ് ആണ്. നെക്സ്റ്റ് നോട്ട് ഗേറ്റ് ആണ്. നോട്ട് ഗേറ്റ് എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു പേര് ഇൻവെർട്ടർ എന്നാണ്. എന്താണോ കൊടുക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റാണ് ഔട്ട്പുട്ടിൽ ലഭിക്കുക. ഉദാഹരണമായിട്ട് ഇവിടെ 1 കൊടുത്താൽ ഔട്ട്പുട്ടിൽ 0 ലഭിക്കുന്നു, ഇവിടെ 0 കൊടുത്താൽ ഔട്ട്പുട്ടിൽ 1 ലഭിക്കുന്നു. അഥവാ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ LED ഓഫായിരിക്കും. സ്വിച്ച് ഓഫ് കണ്ടീഷനിലാണെങ്കിൽ LED ഓൺ കണ്ടീഷനിലും വരുന്നു. എന്താണോ കൊടുക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അപ്പോൾ അതാണ് ഒരു നോട്ട് ഗേറ്റ്. നോട്ട് ഗേറ്റിന് ശ്രദ്ധിക്കേണ്ടത് ഒറ്റ ഇൻപുട്ടാണ് ഉണ്ടാവുക. എ എന്ന പേരിലൊരു ഇൻപുട്ടും ഔട്ട്പുട്ടും. ഔട്ട്പുട്ട് ഈക്വൽ ടു എ ബാറാണ്, അഥവാ എ കോംപ്ലിമെൻ്റ്. ഇൻപുട്ട് ആണല്ലോ എ, ആ എയിൽ എന്താണോ കൊടുത്തത് അതിൻ്റെ ഓപ്പോസിറ്റ് ഔട്ട്പുട്ടിൽ ലഭിക്കുന്നു. അപ്പോൾ അതിൻ്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത് 0, സ്വിച്ച് ഓഫ് ആണെങ്കിൽ 1, 1 ആണെങ്കിൽ 0 എന്ന രൂപത്തിലാണ് അതിൻ്റെ ഔട്ട്പുട്ട് ലഭിക്കുന്നത്. ഇതാണ് അതിൻ്റെ പിൻ ഡയഗ്രാം. ആദ്യമായിട്ട് അതിൻ്റെ നമ്പർ 7404 ആണ്, നോട്ട് ഗേറ്റിൻ്റെ നമ്പർ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഒരൊറ്റ ICക്കുള്ളിൽ 6 നോട്ട് ഗേറ്റുകൾ ഉണ്ടാവും. കാരണം ഇവിടെ ഒരു ഇൻപുട്ട് മതി, ബാക്കിയുള്ള ഗേറ്റുകൾക്കൊക്കെ 2 ഇൻപുട്ടും 1 ഔട്ട്പുട്ടുമാണ്. ഇവിടെ ഒരു ഇൻപുട്ട് ആയതുകൊണ്ട് തന്നെ ടോട്ടൽ 14 പിന്നാണല്ലോ. അപ്പോൾ 6 എണ്ണം ഗേറ്റുകൾ ഓരോ ICക്കുള്ളിലും അടങ്ങിയിരിക്കും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പിൻ നമ്പർ 1 ഇൻപുട്ട് ആണെങ്കിൽ 2 ഔട്ട്പുട്ട്, 3 ഇൻപുട്ട് 4 ഔട്ട്പുട്ട് എന്ന രൂപത്തിൽ
6 ഗേറ്റുകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെയും 7 ആണ് ഗ്രൗണ്ട്, 14 VCC എന്ന രൂപത്തിലാണ്. ഗ്രൗണ്ടും VCCയും ഇവിടെ മാറ്റമില്ല. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 6 എണ്ണം ഉണ്ടാവും ഒരു നോട്ട് ഗേറ്റ് അതിൻ്റെ ICയിൽ അഥവാ 7404-ൽ 6 നോട്ട് ഗേറ്റുകൾ അടങ്ങിയിരിക്കും. അതിൻ്റെ ഇമേജാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. 7404. അടുത്തത് നാൻഡ് ഗേറ്റാണ്. ഒരു നാൻഡ് ഗേറ്റ് എന്ന് പറയുമ്പോൾ ആൻഡ് ഗേറ്റും നോട്ട് ഗേറ്റും കൂടി ചേർന്നതാണ്. ആൻഡ് പ്ലസ് നോട്ടാണ് നാൻഡ്. അത് തുടർന്നുള്ള ക്ലാസ്സുകളിൽ അതിൻ്റെ ചെറിയ രൂപത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നാൻഡ് എന്ന് പറയുന്നത് ആൻഡ് പ്ലസ് നോട്ട് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത് ഈ രൂപത്തിലായിരിക്കും. ആൻഡിൻ്റെ ഡി ഷേപ്പും നോട്ടിൻ്റെ ആ ബബിളും അവിടെ വന്നിരിക്കും. രണ്ടും കൂടി ചേർന്നതാണ് നാൻഡ് ഗേറ്റ്. അപ്പോൾ എന്താണോ ആൻഡിന് ലഭിച്ചത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അതിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് ലഭിക്കുക. ഇവിടെ എയും ബി ഇൻപുട്ട് ആണെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് O = A × B ബാറാണ്. അഥവാ ആൻഡിന് എന്താണോ ലഭിക്കുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ രണ്ടും 0 ആണ്. രണ്ട് സ്വിച്ചും 0 ആണെങ്കിൽ ഔട്ട്പുട്ടിൽ 1 ആണ്. ആൻഡ് ഗേറ്റിൽ ആകെ ലഭിക്കേണ്ടത് 1ഉം 1ഉം മാത്രം 1 നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ ഇവിടെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ 0 1 ലഭിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ എന്താണോ ആൻഡ് ഗേറ്റിന് ഇവിടെ ഔട്ട്പുട്ട് കിട്ടിയത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നാൻഡിന് ലഭിക്കുന്നത്. അപ്പോൾ 0 1 ലഭിക്കുന്നു. 0 1 1 ലഭിക്കുന്നു. 1 0 1 ആണ്. നേരത്തെ 1 1 മാത്രമായിരുന്നു 1 ഉണ്ടായിരുന്നത്. ആ സമയം ഇവിടെ 1 1 0 ആയിട്ട് മാറുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ ട്രൂത്ത് ടേബിൾ. അതിൻ്റെ ഇമേജാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പിൻ ഡയഗ്രാം. ICയുടെ നമ്പർ 7400 എന്നാണ്. 7400 ആണ് നാൻഡ് ഗേറ്റ്. ഇവിടെയും ഒരു ICക്കുള്ളിൽ 4 നാൻഡ് ഗേറ്റുകളാണുള്ളത്. ICയുടെ പിൻ ഡയഗ്രാം ഒന്നും മാറ്റല്ല. 1ഉം 2ഉം ഇൻപുട്ട് ആണെങ്കിൽ 3 ഔട്ട്പുട്ട് എന്ന ക്രമത്തിൽ തന്നെയാണ് ഇവിടെയും വരുന്നത്. പിൻ നമ്പർ 7 ഗ്രൗണ്ടും പിൻ നമ്പർ 14 VCC ആണ്. ആ ICയുടെ രൂപമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്, ഇമേജാണ് കാണിച്ചിരിക്കുന്നത്. 7400 ആണ് ഒരു നാൻഡ് ഗേറ്റിൻ്റെ ICയുടെ നമ്പർ. നെക്സ്റ്റ് നോർ ഗേറ്റാണ്. ഇപ്പോൾ ഓൾറെഡി പറഞ്ഞതുപോലെ ആൻഡ് പ്ലസ് നോട്ടാണ് നാൻഡ് എന്നതുപോലെ തന്നെ ഓർ പ്ലസ് നോട്ടാണ് നോറ്. നോറിന് എന്താണോ ഔട്ട്പുട്ട് ലഭിച്ചത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ നമുക്ക് ലഭിക്കുക. അപ്പോൾ ഇവിടെ A, B എന്നീ 2 ഇൻപുട്ടുകളുണ്ട്. O = A + B ഹോൾ ബാർ അല്ലെങ്കിൽ A or B ഹോൾ ബാർ എന്നുള്ള ഔട്ട്പുട്ടാണ് നമുക്ക് നോറിൻ്റെ ഔട്ട്പുട്ടായിട്ട് ഉള്ളത്. ഇവിടെ 2 സ്വിച്ചുകളും 0 ആണെങ്കിൽ ഇവിടെ 1 ആണ് ലഭിച്ചിരിക്കുന്നത്. 0 1 ലഭിച്ചിരിക്കുന്നു. 0 1 0 ആണ്. 1 0 0 തന്നെയാണ്. 1 1 0 ആണ്. ഇവിടെ OR ഗേറ്റുമായി കമ്പയർ ചെയ്താൽ മനസ്സിലാവും. നേരത്തെ OR ഗേറ്റിൽ 0 മാത്രമായിരുന്നു 0 ഉണ്ടായിരുന്നത്. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ 1 ആയിരുന്നു. ഇവിടെ നേരെ തിരിച്ചാണ്. 0 എന്നുള്ളത് 1ഉം ബാക്കിയുള്ള കണ്ടീഷൻസ് 0 ആയിട്ട് മാറുന്നു. അപ്പോൾ അതാണ് നോർ ഗേറ്റ്. അതിൻ്റെ ICയുടെ രൂപമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ നമ്പർ 7402 ആണ് നോർ ഗേറ്റിൻ്റെ നമ്പർ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ബാക്കിയുള്ള ICകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ അതിൻ്റെ പിന്നിന് വ്യത്യാസമുണ്ട്. ഇവിടെ 1 ആണ് ഔട്ട്പുട്ടായിട്ട് വരുന്നത്. 2ഉം 3ഉം ഇൻപുട്ടാണ്. 4 ഔട്ട്പുട്ടാണ്. 5ഉം 6ഉം ഇൻപുട്ടാണ്. ഗ്രൗണ്ടും VCCയും മാറ്റല്ല. ആ രൂപത്തിലാണ്. അപ്പോൾ നേരത്തെ ബാക്കിയുള്ള ഗേറ്റുകളിലുണ്ടായിരുന്ന പിൻ ഡീറ്റെയിൽസ് ഇവിടെ വ്യത്യാസമുണ്ട്. അവിടെയൊക്കെ 1ഉം 2ഉം ഇൻപുട്ടും 3 ഔട്ട്പുട്ടും എന്ന രൂപത്തിലായിരുന്നു. ഇവിടെ നേരെ തിരിച്ചാണ്.
1 ഔട്ട്പുട്ടും 2ഉം 3യും ഇൻപുട്ട് എന്ന രൂപത്തിലാണ്. അപ്പോൾ ആ ഒരു വ്യത്യാസം ഈ ഗേറ്റിനുണ്ട്. ലോജിക് ഗേറ്റുകളിൽ 7402 എന്ന നോർ ഗേറ്റിൻ്റെ ഐസിക്ക് മാത്രമാണ് ഈ രൂപത്തിൽ ഇൻവെർട്ടായിട്ട് അല്ലെങ്കിൽ ബാക്കിയുള്ളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വരുന്നത്. അതിൻ്റെ ഐസിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 7402 എന്ന് പറഞ്ഞാൽ അത് നോർ ഗേറ്റിൻ്റെ ഐസിയാണ്. ഇനി എക്സോർ ഗേറ്റാണ്. എക്സ്ക്ലൂസീവ് ഓർ എന്ന് ചുരുക്കത്തിൽ എന്ന് പറയുന്ന എക്സോർ ഗേറ്റ്. ഇവിടെ 2 ഇൻപുട്ടുകളാണ്, എയും ബിയും. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എ എക്സോർ ബി എന്നാണ്. അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു എ ബാർ ബി പ്ലസ് എ ബി ബാർ എന്നും കണ്ടീഷനിലും എഴുതാൻ പറ്റുന്നതാണ്. അതാണ് എക്സോർ ഗേറ്റ്. അതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് ഒരു ഓർ ഗേറ്റ് തന്നെയാണ്. അതിന് കൂടെ ഇൻപുട്ടിൽ ഇങ്ങനൊരു ഭാഗം കൂടെ ഉണ്ടാവും. ടച്ച് ചെയ്യാതെയാണ് വരയ്ക്കേണ്ടത്. അതാണ് എക്സോർ. ഇവിടെ കണ്ടീഷൻ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഇൻപുട്ട് സെയിമായി വന്നാൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഇൻപുട്ട് ഒരുപോലെ വന്നാൽ ഔട്ട്പുട്ട് 0. അഥവാ ഇവിടെ എയും ബിയും 0 ആണ്, രണ്ടും ഒരുപോലെയാണ്, ഔട്ട്പുട്ട് 0 ആണ്. അതുപോലെ നോക്കുക, 1 എന്ന കണ്ടീഷനിലും 0 ആണ്. അതായത് ഇവിടെയും ഇൻപുട്ട് ഒരുപോലെയാണ്, ഇൻപുട്ട് രണ്ടും 1 ആണ്. ഇവിടെ ഇൻപുട്ട് രണ്ടും 0 ആണ്. ആ കണ്ടീഷനിൽ മാത്രം 0യും ബാക്കിയുള്ള കണ്ടീഷനിൽ 1ഉം വരുന്ന രൂപത്തിലാണ് എക്സോർ ഗേറ്റിൻ്റെ വർക്കിംഗ് ഉള്ളത്. അതിൻ്റെ ഐസിയുടെ രൂപമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 7486 ആണ്. 7486 ആണ് ഇതിലെ ഐസിയുടെ നമ്പർ. 7486. ഇതിൻ്റെ പിൻ ഡയഗ്രാം ഇമേജ് രൂപത്തിൽ ഇവിടെ നിങ്ങൾ കാണിക്കുന്നുണ്ട്. 7486 ആണ് അപ്പോൾ എക്സോർ ഗേറ്റിൻ്റെ ഐസി നമ്പർ.